എല്ലാവരും സെറ്റ് പരീക്ഷയ്ക്ക് റെഡി ആയിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി, അതായത് ചില സ്ട്രാറ്റജികളോടുകൂടി എങ്ങനെയാണ് ഈ പരീക്ഷയെ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള സ്ട്രാറ്റജി കൂടി അറിയുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ്, എത്ര മാർക്ക് കിട്ടിയാലാണ് നമുക്ക് ഈ പരീക്ഷ നേടാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഐഡിയ. ജനറൽ കാറ്റഗറിയുടെ ആണ് ഞാൻ പറയുന്നത്. ജനറൽ കാറ്റഗറിക്ക് ഓരോ പേപ്പറിനും എന്ത് വേണം, മിനിമം മാർക്ക് എന്ന് പറയുന്നത് 40%. അതായത് 120 മാർക്കിനാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ 40% എന്ന് പറയുന്നത് 48 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പേപ്പർ 1ന് മിനിമം 48 മാർക്ക് മേടിക്കണം. അതോടൊപ്പം തന്നെ പേപ്പർ 2നും മിനിമം 48 മാർക്ക് മേടിക്കണം. 48 മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പേപ്പറിന്റെ മാർക്ക് 48 കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഇനി 48 മാത്രം മതിയോ? പോരാ. ഈ 2 പേപ്പർ കൂടി കൂടിക്കഴിഞ്ഞാൽ, പേപ്പർ 1ഉം പേപ്പർ 2 കൂടി കൂടിക്കഴിഞ്ഞാൽ 48% മാർക്ക് ഉണ്ടാവണം. അതായത് 2 കൂടി കൂടിയിട്ട് ഒരു 116 മാർക്ക് പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടി നിങ്ങൾ നേടിയെടുക്കണം. പക്ഷെ ഇത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നോക്കുക, 48 മാർക്ക് എന്ന് പറയുന്നത്, 120ന് 48 എന്ന് പറയുന്നത് പകുതി 50% പോലും ഇല്ല അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നേടാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി പരീക്ഷയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ്. 2 മണിക്കൂർ നീളുന്ന പരീക്ഷയാണ്. അതിൽ പേപ്പർ 1ലുള്ള ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 120 ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും എന്ത് കിട്ടും, 1 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സമയം കിട്ടും. അറ്റൻഡ് ചെയ്യാനായിട്ട് 1 മിനിറ്റ് സമയം കിട്ടും ഓരോ ചോദ്യത്തിനും. ഒരു ഉത്തരം ശരിയായി കഴിഞ്ഞാൽ 1 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക അല്ലേ? പേപ്പർ 2ലും അതുപോലെ തന്നെയാണ്. 120 ക്വസ്റ്റ്യനുകളാണ് ഉള്ളത്. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് സമയമാണ് ലഭിക്കുക. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് അറിയില്ല എന്ന് വെച്ചിട്ട് അത് അറ്റൻഡ് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാം. ഇനി എങ്ങാനും ഈ ചക്ക വീണ് മുയൽ ചാകുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്ത ഓപ്ഷൻ ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും. ഇനി തെറ്റായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടാൻ പോകുന്നുമില്ല. സോ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നോ നെഗറ്റീവ് മാർക്സ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ 120 ക്വസ്റ്റ്യനുകളും അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിത് കഴിഞ്ഞ കൊല്ലത്തെ 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ്. പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് പോകേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വായിച്ചു തുടങ്ങുക. ഒന്നാമത്തെ ചോദ്യം വായിക്കുക. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഉത്തരം അറിയുമെങ്കിൽ ടിക്ക് ഇടുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുക. ഉത്തരം അറിയുമെങ്കിൽ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്കിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇടയ്ക്കുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയത്തില്ല. പോട്ടെ, തൽക്കാലം പോട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം തന്നെ ചോദ്യപേപ്പർ വായിക്കുക. അറിയുന്ന ചോദ്യത്തിൻ്റെ ഒക്കെ ആൻസർ ഏതാണെന്ന് ടിക്ക് ചെയ്ത് പോവുക. ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു അല്ലെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് ഉത്തരം കിട്ടി, നിങ്ങൾ അപ്പം തന്നെ പോയിട്ട് OMR ഷീറ്റിൽ മാർക്ക് ചെയ്യാൻ പോകരുത്. കാര്യം ഇത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി വയ്ക്കണം, OMR ഷീറ്റ് എടുക്കണം, അവിടെ കറുപ്പിക്കണം, വീണ്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചെടുക്കണം. സോ ഇത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എടുക്കുക. മാർക്ക് ചെയ്യൽ OMR ഷീറ്റിൽ മാർക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ പ്രോസസ്സാണ്. അത് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യം അറിയാവുന്ന എല്ലാ ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറിൽ അടയാളപ്പെടുത്തി പോവുക. അതിനുശേഷം ഈ 120 ക്വസ്റ്റ്യനുകളും നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, OMR ഷീറ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞു അല്ല, നിങ്ങൾക്ക് ചില ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ വിട്ടുകളയുക. ഓക്കെ, പിന്നീട് ഒരു റൗണ്ട് കൂടി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ അറിയുന്ന എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് പോവുക. അങ്ങനെ 120 എണ്ണവും നിങ്ങൾ ജസ്റ്റ് ഒരു റൗണ്ട് വായിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ഉത്തരങ്ങളും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഒന്നിച്ച് OMR ഷീറ്റിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഇനി വിട്ടുപോയ ചോദ്യങ്ങൾ എടുക്കുക. അതിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ഓർത്തു നോക്കുക. നിങ്ങൾക്ക് മിക്കവാറും ഉത്തരങ്ങൾ കിട്ടും. ഇനി ഉത്തരങ്ങൾ കിട്ടിയില്ല എങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ABCDയിൽ ഏതെങ്കിലും ഒരെണ്ണം കറുപ്പിച്ചോളുക. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് നെഗറ്റീവ് മാർക്കുകളൊന്നുമില്ല. അപ്പോൾ 120 ക്വസ്റ്റ്യൻ കറുപ്പിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ചക്ക വീണ് മുയൽ ചാകുന്ന രീതിയിൽ നിങ്ങൾക്ക് കുറേയൊക്കെ ഉത്തരങ്ങൾ ശരിയായിട്ട് കിട്ടും അല്ല. ഇവിടെ പ്രോബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ 25% പ്രോബിലിറ്റി ഉണ്ട് ഏതൊരു ഉത്തരം
ശരിയാവാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റാൻഡമായിട്ട് നിങ്ങൾ കറുപ്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഈ 25% ആൻസറുകൾ എന്തായിരിക്കും കറക്റ്റായിട്ടുള്ള ആൻസറുകൾ കിട്ടും. ഇനി ഇതിൽ പാർട്ട് എയിൽ ചില ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത്തരത്തിലുള്ള ന്യൂമറിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ് ഒക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുക. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ, ഉത്തരങ്ങളൊക്കെ ആയിരിക്കും കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുക. ഇത് കുറച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലത്തിൻ്റെ ഒരു കുഴപ്പം, നിങ്ങൾ 1 മിനിറ്റിൽ കൂടുതൽ സമയം ഇതിനൊക്കെ ചിലപ്പോൾ എടുത്തു പോകും. നമുക്ക് ആ കിട്ടേണ്ടത് ഓരോ പേപ്പറിന് 48 മാർക്ക്, അല്ല ഒരു 50-60 മാർക്കാണ് ഒരു പേപ്പറിന് വേണ്ടത്. ഓക്കെ, അപ്പോൾ 120 ചോദ്യങ്ങളുണ്ട്. അതിൽ നമ്മൾ 60 ചോദ്യങ്ങൾ ശരിയാക്കിയാൽ മാത്രം മതി നമുക്ക് സെറ്റ് കിട്ടാനായിട്ട്. അത് കൂടുതൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിട്ടുകളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ആലോചിച്ച് ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ നിൽക്കണമെന്നില്ല. എന്ത് ചെയ്യാം, ബാക്കി എല്ലാ ഉത്തരങ്ങളും എഴുതി കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം ഇത് അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ OMR ഷീറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഒരു ബബിളും മാർക്ക് ചെയ്യാത്തത് ഉണ്ടാവരുത്. 120 ചോദ്യങ്ങൾക്ക് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, കാര്യം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കുറയുന്നില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ എങ്ങനെയാണ് കറുപ്പിക്കേണ്ടത്? OMR ഷീറ്റ് നിങ്ങളുടെ അടുത്തുണ്ടാവും. അപ്പോൾ OMR ഷീറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ റോൾ നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കറുപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ കറുപ്പിക്കണം. OMR ഷീറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ OMR ഷീറ്റൊന്നും തരാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ റോൾ നമ്പറും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ സൂക്ഷിച്ച് സമയമെടുത്ത് തന്നെ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചോദ്യങ്ങൾ അല്ലേ, ആദ്യത്തെ ഒരു റൗണ്ടിൽ നിങ്ങൾ ക്വസ്റ്റ്യനുകൾ അടയാളപ്പെടുത്തി നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങളെല്ലാം എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പറിൽ അടയാളപ്പെടുത്തി. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഏതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏതാണ് ആൻസർ എന്നുള്ളത് നോക്കിയിട്ട് കറുപ്പിക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ആൻസർ എന്നുള്ളത് എടുക്കുക, കറുപ്പിക്കുക. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതെന്നുള്ളത് കറുപ്പിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ 8ാമത്തെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 8ാമത്തെ കറുപ്പിക്കുക. 9 നിങ്ങൾക്ക് അറിയാം, അത് കറുപ്പിക്കുക. പിന്നെ ഇത് കറുപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറ്റ് അല്ലേ ബബിൾസിലായിട്ട് കവർ ചെയ്യാൻ പാടില്ല. ഉള്ള ബബിള് പൂർണ്ണമായിട്ടും തന്നെ കറുപ്പിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നിങ്ങളുടെ OMR ഷീറ്റ് ഉണ്ടാവുക. കുറേ എണ്ണമൊക്കെ ബബിളുകൾ കറുപ്പിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് പെൻഡിങ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ടാമത് ഒന്നും കൂടി ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറേ എണ്ണത്തിൻ്റെയൊക്കെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കിട്ടും. അത് ഇതേപോലെ കറുപ്പിച്ചു വരിക. അവസാനം അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഈ OMR ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക, ഒന്നും കൂടി നോക്കുക. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യന് നോക്കിയിട്ടില്ല, നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു ഉത്തരം അല്ലേ, അക്കുത്തിക്കുത്താന കളിച്ചിട്ട് ഏതെങ്കിലും ഒരു ബബിള് എന്ത് ചെയ്യുക, കറുപ്പിക്കുക. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാ ആൻസറുകളും അറ്റൻഡ് ചെയ്തിട്ട് മാത്രമേ OMR ഷീറ്റ് കൊടുക്കാൻ പാടുള്ളൂ, ഇൻവിജിലേറ്ററിന് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, റാൻഡായിട്ട് കറുപ്പിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. കാര്യം അവസാനത്തെ 5 മിനിറ്റ് ചെയ്യേണ്ട പണിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. കൊടുക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്യേണ്ട പണിയാണ് നിങ്ങളുടെ OMR ഷീറ്റിലുള്ള മുഴുവൻ ചോദ്യങ്ങളും കറുപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് മെത്തേഡ് ഓഫ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കൃത്യമായിട്ടത് ബബിൾ മൊത്തമായിട്ട് കറുപ്പിച്ചിട്ടുണ്ടാവണം. കാര്യം അത് കമ്പ്യൂട്ടറാണ് റീഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ കൃത്യമായിട്ട് കറുപ്പിച്ചിട്ടില്ലെങ്കിൽ, കമ്പ്യൂട്ടറിൻ്റെ കൃത്യമായിട്ട് റീഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ പരിഗണിക്കാതെ പോകും. ഇനി ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അറിയാം ചില ചോദ്യങ്ങളൊക്കെ വളരെ ഡയറക്റ്റായുള്ള ചോദ്യങ്ങളാണ്. വെൻ സോ ബബിൾ ഈസ് ഗിവൺ ആൻ ഇലക്ട്രിക് ചാർജ്, എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് ഇത് വളരെ ചിന്തിച്ച് ബ്രെയിനിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതേസമയം ഈ ഒരു പ്രോബ്ലം ഒക്കെ ഡയമെൻഷൻ അനാലിസിസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ചൊന്ന് എഴുതി കൂട്ടി നോക്കേണ്ടി വരും അല്ലേ. കുളംസ് ലോ ഒക്കെ എടുത്ത് നിങ്ങളത് ഡിറൈവ് ചെയ്തൊക്കെ വരേണ്ടി വരും. സോ ഇത് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്ന ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുക. അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യാം, ഇത് ഡയറക്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്, അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഡയറക്റ്റ് ആണ്, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഇത് ഏതാണ്ട് അത്യാവശ്യം ധാരണ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇത് നോക്കുക, ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ഓഫ് 15 കിലോ ഇലക്ട്രോൺ വോൾട്ട് ഇലക്ട്രോണീസ്. സോ ഇത് കുറച്ചുകൂടി നിങ്ങൾ ന്യൂമറിക്കലി സോൾവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. സോ ഇത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. സോ ഇതൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വിട്ട് കളയുക. ഓക്കെ, അതായത് ഞാൻ പറയുന്നത് 2 സ്കാനിങ് ആണ് നിങ്ങൾ നടത്തേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ. ആദ്യത്തെ സ്കാൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ, ഓക്കെ, ഡയറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ അടയാളപ്പെടുത്തി പോവുക. അതിനുശേഷം ആ ഉത്തരങ്ങളൊക്കെ OMR ഷീറ്റിൽ മാർക്ക് ചെയ്യുക. രണ്ടാമത്
ഓക്കെ, രണ്ടാമത് ഇത്തരത്തിലുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി. അതപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യങ്ങളും നിങ്ങൾക്ക് വിട്ടുപോകത്തില്ല. അതേസമയം ഇതാ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു, ഇതാ നേരെ നിങ്ങൾ ഇതിൻ്റെ ഉത്തരം ഡിറൈവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 മിനിറ്റ് സമയം നഷ്ടമായി പോകും. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യന് നമ്മൾ 1 മിനിറ്റാണ് സമയം അലോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ സമയം നിങ്ങൾ കളയരുത്. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം വരുമ്പോഴേക്കും പല ചോദ്യങ്ങളും വായിക്കാൻ പോലും സമയം കിട്ടാതെ വരും. നിങ്ങൾക്ക് അറിയാവുന്ന പല ചോദ്യങ്ങളും നിങ്ങൾക്ക് വിട്ട് കളയേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഒരു കാരണവശാലും സാധ്യത കൊടുത്തേക്കരുത്. 2 സ്കാനിങ് ചെയ്യുക. ഫസ്റ്റ് സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യനുകൾ, ടൈം കൺസ്യൂമിങ് അല്ലാത്ത, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സ് ചിന്തിച്ചാൽ കിട്ടാവുന്ന ഉത്തരങ്ങൾ മാത്രം കറുപ്പിച്ചു പോവുക. രണ്ടാമത്തെ തവണ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയും എന്നുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനുകളും അറ്റൻഡ് ചെയ്യാനും കഴിയും, ഒപ്പം തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നാളെ പരീക്ഷ പോയി എഴുതി അടിപൊളിയായിട്ട് ജയിച്ച് പാസ്സായി വായോ. ഓക്കെ, സി യു, ബൈ ബൈ.